മാത്രം അതപ്പതിച്ചു നിങ്ങൾ. സ്വാലിഹ് സഖാഫിനോട് എതിർപ്പുണ്ട്, ഞങ്ങളോട് എതിർപ്പുണ്ട്. പക്ഷേ ആ മൗത്തായ ഉമ്മനോടുള്ളൊരു ആദരവെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ പാലിക്കേണ്ടതായിരുന്നില്ലേ? എ.പി. ബാഗ എല്ലാവരും അല്ല, ഒരു ചെറിയ സംഘമെങ്കിലും ആ പണിയെടുത്തപ്പോ നിങ്ങളുടെ നിലവാരം പൊതുജനം കാണല്ലേ, ആളുകൾ അറിയല്ലേ, എന്ത് പ്രശ്നമുണ്ടാക്കല അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിനുള്ള ഉത്തരവൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഈ പ്രധാനപ്പെട്ട പോയിന്റ് അയാൾ പറയുന്നുണ്ട്. എന്താ പറയുന്ന അറിയോ? ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ തടയാൻ മൃഗങ്ങൾക്കല്ലാതെ സാധ്യമല്ല. മനുഷ്യത്വ ബോധമുള്ള ഏതെങ്കിലും ഒരു കണിക എവിടെയെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. പറയുന്ന നിങ്ങൾക്ക് ഇതേ അനുഭവം വന്നപ്പോഴാണ്. പക്ഷേ അതേ സംഭവം എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളെ സംരക്ഷിച്ചതാണ്, ഓലതിന് ഉത്തരവാദിയല്ല നിങ്ങളെ അറിയിച്ചിട്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് സപ്പോർട്ട് ചെയ്യാണ്, നിയൽവാദി നേരിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. അവിടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സഖാഫി വന്ന് നേതൃത്വം നൽകുകയാണ് ഈ ഗുണ്ടായുസത്തിന്. ഇത് ഫുള്ള് ഉത്തരവാദിത്തങ്ങളുടെ തലയിലാണ്. അത് വ്യത്യാസമുണ്ട്. പക്ഷേ ഒരാള് മരിച്ചു കിടക്കുമ്പോ അല്ലെങ്കിൽ മരണം നടന്ന വീട്ടിൽ ഈ സംഭവം ചെയ്യാൻ മനുഷ്യർക്ക് കഴിയില്ല എന്ന് നിങ്ങളുടെ മുഷാവറംഗമായ ചുള്ളിക്കോട് പറയുന്ന ഭാഗമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അങ്ങോട്ട് വന്നോട്ടെ. ജനാസ കാണാൻ വരുന്ന സ്ഥലത്ത് വല്ലവരും കുഴപ്പമുണ്ടാക്കുമോ എന്ന്. അതെ, മനുഷ്യരാരും കുഴപ്പമുണ്ടാക്കൂല. പക്ഷെ മൃഗമായി പോയാൽ അവര് കുഴപ്പമുണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടക്ഷൻ തീർത്ത ചെറുപ്പക്കാരൻ പിന്നീട് മഅദിനിൽ ചെന്ന് ബഹുമാനപ്പെട്ട ഖലീൽ. അപ്പോ ആ വാക്ക് വളരെ വ്യക്തം. മരിച്ച വീട്ടിൽ, മരണം നടന്ന വീട്ടിൽ മനുഷ്യരാരെങ്കിലും കുഴപ്പമുണ്ടാക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ മൃഗങ്ങളായാൽ എന്ത് ചെയ്യും? നിങ്ങളപ്പോ ഏത് ഗണത്തിലാ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടി? ഇതിന് നിർദ്ദേശം നൽകിയ നിയൽവാദി അടക്കമുള്ള മുസ്ലിയാരെ, അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന മുസ്ലിയാരെ, ആ പെൺമക്കളെ കൊണ്ട് ഈ കുരങ്ങ് കളിപ്പിച്ച മുസ്ലിയാരെ ഏത് ഗണത്തിലാ ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്? മനുഷ്യവർഗത്തിലോ മൃഗങ്ങളിലോ? മൃഗങ്ങളിൽ ഉൾപ്പെടുത്തിയ മൃഗങ്ങൾ പരാതി പറയും. മൃഗങ്ങൾ ചെയ്യുന്ന പോലല്ല. പിന്നെയോ ബൽഹും അവല്, മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവർ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, ശത്രുത, ആ ശത്രുതാ മനോഭാവം ഭ്രാന്തായി മാറി ആദർശപരമായി മുട്ടാൻ കഴിയാതെ വരുമ്പോ മുഖം കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പരിസരത്ത് നിൽക്കുമ്പോഴേക്ക് ഹാലളകിയിട്ട് എന്തൊക്കെയാണല്ലോ ചെയ്തു കൂട്ടിയത്. നിങ്ങളെ